कमलाकुचमण्डलधृतकुण्डल कलितललितवनमाला कृष्ण जय जय देव हरे हरे कृष्ण जय जय देव हरे. നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീ മുകുന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ദിനമണിമണ്ഡല മണ്ഡന ഭവഖണ്ഡന മുനിജനമാനസ ഹംസ കൃഷ്ണ ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ. എറണാകുളത്ത് അത്താണിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 500 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. കാളിയ വിഷധര ഭഞ്ജന ജനരഞ്ജന യദുകുല നളിന ദിനേശ കൃഷ്ണ. ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ടുള്ളത് ബ്രഹ്മരക്ഷസ് ശാസ്താവ്, പിന്നെ ഭഗവതിയും ഗണപതി ഇല്ലേ? അതെ. ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ. ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശാന്തസ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണു ആണ്. അതുപോലെ തന്നെ വളരെ അപൂർവം ക്ഷേത്രങ്ങളേ ഉള്ളൂ പടിഞ്ഞാട്ടേക്ക് നോക്കി മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഉള്ളത്. ഈ ക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് ദർശനം. ഈ ക്ഷേത്രത്തിന്റെ ശരിക്കുള്ള പേര് തുരുത്തിശ്ശേരി മുകുന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവം വൃശ്ചികത്തിലാണ് വരുന്നത്. ഇവിടെ ഒരു ചന്ദനം ചാർത്തി ചന്ദനം ചാർത്ത്. അതെന്താന്ന് വെച്ചാൽ 10 ദിവസവും ചന്ദനം കൊണ്ട് മഹാവിഷ്ണുവിനെ അലങ്കരിക്കും. 10 ദിവസം 10 അവതാരങ്ങൾ, ദശാവതാരം അറിയാലോ, മത്സ്യം കൂർമ്മം, അങ്ങനെ ആ 10 അവതാരങ്ങളുടെയും രൂപങ്ങള് മഹാവിഷ്ണുവിനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അങ്ങനെ ഒരു ഉത്സവം ഇവിടെ നടക്കാറുണ്ട്. കലിതനുതി സന്യാസി ഭജനാനുഗുണ വിഹിത സുലളിതാകാരമഹിതം. കലിതനുതി സന്യാസി ഭജനാനുഗുണ വിഹിത സുലളിതാകാരമഹിതം. കലുഷഹര പരിസരോജ്വല പത്മതീർത്ഥാദി ഖണ്ഡിതാശേഷദുരിതം. കലുഷഹര പരിസരോജ്വല പത്മതീർത്ഥാദി ഖണ്ഡിതാശേഷദുരിതം. കലശോദ്ഭവാന്വിത മഹേന്ദ്ര ത്രികൂടവര മലയാചലേന്ദ്ര വിനുതം. കലശോദ്ഭവാന്വിത മഹേന്ദ്ര ത്രികൂടവര മലയാചലേന്ദ്ര വിനുതം. കലദമന വാഞ്ചിമാർത്താണ്ഡവർമാ കലിത കാഞ്ചന വിമാനലസിതം പത്മനാഭം ഭോഗീന്ദ്രശായിനം. കലിതനുതി സന്യാസി ഭജനാനുഗുണ വിഹിത സുലളിതാകാരമഹിതം. കലുഷഹര പരിസരോജ്വല പത്മതീർത്ഥാദി ഖണ്ഡിതാശേഷദുരിതം. കലശോദ്ഭവാന്വിത മഹേന്ദ്ര ത്രികൂടവര മലയാചലേന്ദ്ര വിനുതം. കലദമന വാഞ്ചിമാർത്താണ്ഡവർമാ കലിത കാഞ്ചന വിമാനലസിതം പത്മനാഭം ഭോഗീന്ദ്രശായിനം. ഇവിടുത്തെ സ്വയംഭൂ വിഗ്രഹമാണ്. അതുപോലെ വളരെ ശാന്തസ്വരൂപനായിട്ടുള്ള വിഷ്ണുവാണ്. പിന്നെ ഇവിടെ അടുത്തൊരു ഭഗവതി ക്ഷേത്രം ഇല്ലേ? അതെ, ഇവിടെ അടുത്ത് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതിനോടനുബന്ധിച്ച് കുറേ ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ധർമ്മശാസ്താവുണ്ട്, വനദേവത, വന ദുർഗ എന്ന് പറയും, അതും വളരെ ശാന്തസ്വരൂപിണിയായിട്ടുള്ള വന ദേവതയാണ്. പിന്നെ ശിവന്റെ ഉപപ്രതിഷ്ഠയുണ്ട്. ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ.
ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളം ഉണ്ട്, കണ്ടില്ലേ? കമലകമലദളലോചന ഭവമോചന ത്രിഭുവന ഭവന നിദാന കൃഷ്ണ. ഒരേ കോമ്പൗണ്ടിൽ 2 അമ്പലങ്ങളുണ്ട് അല്ലേ? എന്ത് ശാന്തമായിട്ടുള്ള അന്തരീക്ഷം നോക്കൂ. സിറ്റിന്ന് ഇത്ര അടുത്ത്, എന്നാൽ അതേസമയം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലോകം. അതെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. അതും ഈ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നതിന്റെ ആ ഒരു ഈ മതിൽ, അതിന്റെ ആ മതിലും പിന്നെ അതേപോലെ ആ ഭിത്തിയും ഒക്കെ ഒരു ഇക്കോ ഫ്രണ്ട്ലി കളർ അല്ലേ, ഒരു ബ്രൗൺ കളറിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. കുമരൻ ചിറങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ. जनकसुधा कुचभूषण जितभूषण समरशमित दशगण्या कृष्ण जय जय देव हरे हरे कृष्ण जय जय देव हरे. अभिनव जलधर सुन्दर धृत मन्दर श्रीमुख चन्द्र चकोरा कृष्ण. മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണല്ലേ, ഒരു ആൽമരമൊക്കെ, നല്ല ഭംഗിയുള്ള ഒരു ആൽമരം, ആൽത്തറയൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഗ്രാമപ്രദേശത്തിൽ വന്നതുപോലെ ഒരു ഫീലിംഗ് അല്ലേ? जय जय देव हरे हरे कृष्ण जय जय देव हरे. ഇവിടുത്തെ പ്രധാന വഴിപാട് നാഴിയും പിടിയുമാണ്. വ്യാഴാഴ്ചകളിലാണ് അത് നടത്തുന്നത്. 11 വ്യാഴാഴ്ചകളിൽ ഈ വഴിപാട് നടത്താറുണ്ട്. വ്യാഴാഴ്ചകൾ വളരെ വിശേഷപ്പെട്ടതാണ്. श्रीजय देव कवेरिदं कुरुते मुदं मङ्गलमुज्ज्वल गीतम्. जय जय देव हरे हरे कृष्ण जय जय देव हरे. ഇന്നത്തെ ശ്രേഷ്ഠ അധ്യായം എൻ്റെ സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ സ്റ്റുഡൻസിനോടൊപ്പമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം നമ്മൾ പരിചയപ്പെട്ടു. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ. जय जय